നമസ്കാരം. ഇന്ന് കൊച്ചുമക്കൾക്കുള്ളതാണ്. അവർ കുറേ നേരം മൊബൈലിൽ നോക്കിയിരിക്കും, കുറേ കളികളുണ്ട്, അവരെ നമ്മൾ പറയും അവർ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അങ്ങനെ കുറേ കംപ്ലൈൻറ്റ് പറയാറുണ്ട് അമ്മമാരൊക്കെ. അപ്പോൾ നമ്മളെ ഒരു കൊച്ചുമോൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ കേട്ടോ. അത് ഉണ്ടാക്കുന്നതിൽ രസമുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില അക്ഷരങ്ങളൊക്കെ ഉണ്ട് ആദ്യകാലത്ത്. നമുക്കിപ്പോൾ കുറേ കഴിയുമ്പോൾ ഏത് കേൾക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ആദ്യകാലത്ത് ഒരു കേൾക്കുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എടുക്കുക. നമ്മൾ ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ചപ്പാത്തി പരത്തി അതിന് അവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മളൊരു ചപ്പാത്തി. ആണ് ഒരു ചപ്പാത്തി അല്ലേ? ചപ്പാത്തിയാണ്. ചപ്പാത്തിയുടെ പ്രത്യേകത ഇത് അവർ കാണുമ്പോൾ തന്നെ അവർ മനസ്സിലേക്ക് പതിഞ്ഞു ഇത് എന്നുള്ളത്. അപ്പോൾ എന്താ ഗുണശീലം, ഇത് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പിന്നീട് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്നുള്ളവർ മനസ്സിൽ പതിഞ്ഞു. കാരണം അവർ പരത്തുന്നതും അതിൻ്റെ കട്ട് ചെയ്യുന്നതൊക്കെ അവർ തന്നെ ഇതൊക്കെ ഭംഗിയായിട്ട് അവർ കട്ട് ചെയ്താണ്. കുട്ടികൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ സമയത്ത് നമുക്ക് വെച്ചാൽ ഇത് കഴിഞ്ഞ് ഉടലും ഉണ്ടാക്കലും എല്ലാം ഒരു രോഗം തന്നെ ആയിക്കോട്ടെ, കഴിക്കലും ഒരു രോഗം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അമ്മമാർക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇപ്പോൾ കറക്റ്റ് ഇല്ലേ അല്ലേ? ഇല്ല, നിങ്ങൾ സ്കൂളിൽ പഠിക്കാറില്ലേ? പഠിക്കാറില്ലേ? അപ്പോൾ ഉണ്ടല്ലോ ചപ്പാത്തി. അതേപോലെ നമുക്ക് ബിയിലെ ചപ്പാത്തി ഉണ്ട്, സിയിലെ ചപ്പാത്തി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. അപ്പോൾ ഇത്രയും ചപ്പാത്തി ഉണ്ടാക്കിയതിനോട് കൂടെ ജി ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല. അപ്പോൾ ഇത്രയും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേക്ക് അവർക്ക് അക്ഷരങ്ങൾ പഠിയായി, ഭക്ഷണം കഴിക്കലായി, കുറേ സമയം അവർക്ക് കളിക്കാനുള്ളൊരു അവസരമായി കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് ഒരു ചപ്പാത്തി ഉണ്ടാക്കലും ഒരു ഭക്ഷണം കഴിക്കലും എന്ന് പറഞ്ഞാൽ. അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഒന്നിനും മറിച്ചിടാം, ഇങ്ങനെ മറിച്ചിടാം, ഇങ്ങനെ എടുത്ത് മറിച്ചിടാം. ഇനി സർക്കിളാണ് അല്ലേ? സർക്കിൾ അറിയാം അല്ലേ? അടുത്ത സർക്കിളാണ് വേണ്ടത് അല്ലേ? ഉണ്ടോ? അപ്പോൾ സർക്കിളിൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കുട്ടികളൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കോമ്പസൊക്കെ എടുത്തിട്ട് വരച്ചിട്ടൊക്കെ പഠിക്കണ്ടേ? ഇതൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്കവർ സർക്കിൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. ഇതവർ മനസ്സിൽ കൈ നോക്കാം, അവർ മനസ്സിൽ പതിഞ്ഞിരിക്കും എന്നുള്ളതാണ്. ചപ്പാത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത നമ്മളിവിടെ 3 സർക്കിളല്ലേ അല്ലേ? സർക്കിൾ എടുത്തു. സർക്കിൾ ഇടൂ. വാ, അവിടെ ഇരിക്കട്ടെ. ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഇരിക്കട്ടെ. നമുക്കവർക്ക് ഉണ്ടാക്കാനുള്ള പടിയിലായി. അതേപോലെ തന്നെ സർക്കിൾ എന്താണെന്ന് പടിയായി. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇതേതാ? ട്രയാങ്കിൾ. ട്രയാങ്കിൾ അവർക്കറിയാം. ഇതേതാണ്? സ്ക്വയർ അറിയാം. ഇതൊക്കെ ഒരു പ്രാവശ്യം കണ്ടാൽ ഇത് കാരണം ഇത് നമ്മളെ മനസ്സിൽ നിന്ന് പിന്നെ പോകുന്നില്ല, മറക്കില്ല എന്നുള്ള. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്വയറിന് ഒരു ട്രയാങ്കിൾ കൊടുക്കാം അല്ലേ? A² + B² = C² ആണ് ഈ സാധനം. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ അന്ന് എത്ര കണ്ട് പാദം ലംബം അല്ലേ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാറായി, കളിക്കാറായി, ഭക്ഷണം കഴിക്കാറായി. നമുക്ക് സ്ക്വയറിന് ഇവിടെ കൊടുക്കാം അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യട്ടെ അല്ലേ? ഓക്കെ. സ്ക്വയറിനെ നമ്മൾ മെല്ലെ എടുത്തു. സ്ക്വയർ ഒട്ടിക്കട്ടെ. വാ, പോകുന്നില്ലേ? സ്ക്വയറിന് എന്താ ഭയങ്കര മടിയാണോ? ഒട്ടിപ്പിടിക്കാണല്ലേ? ശരി. സ്ക്വയറായി, വൃത്തായി, ട്രയാങ്കിളായി അല്ലേ? ഇതിൽ എള്ളുണ്ട്, പിന്നെന്താണ്? കടലുണ്ട്, ക്യാരറ്റ് ഉണ്ട്. ശക്തി വരുന്ന സാധനമാണ് എള്ളെന്ന് പറഞ്ഞാൽ. ശക്തി വരുന്ന സാധനം കുട്ടികൾ ശ്രദ്ധിക്കലുണ്ടോ? എള്ള് ശക്തി കൂട്ടാനുള്ളതാണ്. അപ്പോൾ അതുപോലെ എള്ള്, കടല, പിന്നെ ക്യാരറ്റ് എല്ലാം കൂട്ടിയിട്ട് ചേർത്തിട്ടുള്ള. പിന്നെ ഇത് കഴിക്കുമ്പോൾ ക്യാരറ്റ് കണ്ണ് കാണാനുള്ളതാണ്. കണ്ണിന് കാഴ്ച കൂട്ടാനുള്ളതാണ് ക്യാരറ്റ് അല്ലേ? നമ്മൾ മൊബൈൽ നോക്കിയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മൊബൈൽ നോക്കിയിട്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ കണ്ണെല്ലാം കേട് വരും. പിന്നെ ബ്രെയിന്
ബുദ്ധി കിട്ടില്ല, ബുദ്ധി കിട്ടില്ല, തലവേദനിക്കും, തലവേദനിക്കും, അങ്ങനെയെല്ലാം ഉണ്ടാവും. അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കുട്ടികൾ ശ്രദ്ധിക്കണേ, ഇതെല്ലാം ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. നമ്മൾ കണ്ണ് വേദനിക്കും, അതേമാതിരി ബുദ്ധി ഉണ്ടാവില്ല, അതൊക്കെ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. നമ്മൾ മൊബൈൽ നോക്കാണ്ട് ഒന്ന് ഭക്ഷണം കഴിക്കുന്ന കാണിച്ചു കൊടുക്കും. നമ്മൾ ഉണ്ടാക്കലും ഭക്ഷണം കഴിക്കലുമാണ്. വലത്തെ കൈ, റൈറ്റ് ഹാൻഡ്, ഈ കൈ. അപ്പോൾ ഭക്ഷണം കഴിക്കലും നടന്നു, വലത്തെ കൈ ഉണ്ട്. ചപ്പാത്തി ഉണ്ടാക്കലും നടന്നു. വളരെ ഈസി ആയിട്ട് എല്ലാം നടക്കുകയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് കുട്ടികളെ മാറ്റിയെടുക്കാം. ഓക്കെ, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.